ദുബായ് നഗരത്തിലെ സുഖൈം സ്ട്രീറ്റ് വിപുലീകരണ പദ്ധതിക്ക് റോഡ് ഗതാഗത അതോറിറ്റി കരാർ നൽകി. അൽഖൈൽ റോഡ് ജംഗ്ഷൻ മുതൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ജംഗ്ഷൻ വരെ 4.6 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന പദ്ധതിക്ക് 33.2 കോടി ദിർഹമാണ് ചെലവ് വകയിരുത്തിയത്. എമിറേറ്റിലെ സുപ്രധാന പാതകളായ ഷെയ്ഖ് സയ്യിദ് റോഡ്, അൽഖൈൽ റോഡ്, മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, എമിറേറ്റ്സ് റോഡ് എന്നിവ തമ്മിലുള്ള ഗതാഗതത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ പദ്ധതി. വിപുലീകരണ ഭാഗമായി ഇരുഭാഗത്തേക്കും 800 മീറ്റർ 4 വരി തുരങ്കപ്പാതയും നിർമ്മിക്കുന്നുണ്ട്. പദ്ധതി പൂർത്തിയാകുന്നതോടെ സുഖൈം സ്ട്രീറ്റിലെ 2 ഭാഗങ്ങളിലേക്കും മണിക്കൂറിൽ 16,000 വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നുപോകാനാകും. അതോടൊപ്പം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനും അൽഖൈൽ റോഡിനും ഇടയിലെ യാത്രാസമയം ഗണ്യമായി കുറയുകയും ചെയ്യും. ഏതാണ്ട് 20 ലക്ഷം ജനസംഖ്യയുള്ള താമസ വികസന മേഖലകൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. നഗരത്തിലെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്കുള്ള യാത്രയെ ശക്തിപ്പെടുത്തുന്നതിൽ പദ്ധതിക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് RTA ചെയർമാനും ഡയറക്ടർ ജനറലുമായ മതാർ അൽ തായർ പറഞ്ഞു. സുഖൈം ഇടനാഴി വികസിപ്പിക്കുന്നതിനുള്ള RTAയുടെ തുടർച്ചയായ നീക്കങ്ങളുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിലവിൽ പ്രഖ്യാപിച്ച പദ്ധതിയിൽ കിങ്സ് സ്കൂളിന് സമീപത്തെ അൽബർഷ സൗത്ത് സ്ട്രീറ്റ് ജംഗ്ഷൻ വിപുലീകരണവും ഉൾപ്പെടും. ഇതിനായാണ് 4 വരി തുരങ്കപ്പാത ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിന് സമാന്തരമായി മുകൾ ഭാഗത്തും സിഗ്നലോടെയുള്ള പാത നിർമ്മിക്കും. മീഡിയ 1 ദുബൈ.